ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്റ്റേറ്റിലെ മർട്ടോവ എന്ന സ്ഥലത്തൊരു ഷോ നടക്കുന്നുണ്ട്. മർട്ടോവ ഷോ 2025. അത് കാണാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മർട്ടോവ എന്നത് വിക്ടോറിയ സ്റ്റേറ്റിലെ ഒരു കൺട്രി സൈഡാണ്, അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിലെ ഒരു ടൗൺഷിപ്പാണ് മർട്ടോവ. അപ്പോൾ അവിടുത്തെ റൂറൽ ഏരിയയിലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷോ നടത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് നമ്മളിവിടെ ഫ്രണ്ട് ഓഫീസിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ദ ഷോ ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കുള്ള റേറ്റ് എത്ര വെച്ചാണെന്നുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ ടിക്കറ്റ് എടുത്ത് ഇത് വെസ്റ്റ് വിമേറ ഹെൽത്ത് സർവീസ് അവരുടെ ഇനിഷ്യേറ്റീവ്, അവർ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് അവിടെ കയറി വരുമ്പോഴോ ഇറങ്ങിപ്പോകുന്നവർക്കോ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചുകൊണ്ട് അതിലേക്കൂടെ പോകാവുന്നതാണ്. ഇനി അകത്ത് എന്തൊക്കെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഇത് കിഡ്സിൻ്റെ ഫൺ ഏരിയ ആണ്. നമ്മൾ നാട്ടിലെ പോലെ തന്നെ ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഓരോ റൈഡിൽ കയറുക. അങ്ങനെ അത് ലയൺസ് ക്ലബ്ബുകാരുടെ ഒരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് 2 എൽഡർ സിറ്റിസൺ അവിടെ ഇരിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇതുപോലെ പല ഫൺ റൈഡുകൾ ഇവിടെയുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ്. ചിലത് ക്യാഷ് പേയ്മെൻ്റ് ആണ്, ചിലത് കാർഡ് പേയ്മെൻ്റ് ആണ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടെടുത്ത് ഓരോ റൈഡിലായിട്ടും നമ്മൾ കയറി എൻജോയ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ നാടിൻ്റെ ആഘോഷം തന്നെയാണ്. അതായത് ഈ മർട്ടോവ എന്ന് പറയുന്ന ഈ കൊച്ചു കൺട്രി സൈഡിലെ ഈ ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റിയുടെ ഒരു ആഘോഷം, അവരുടെ ഒരു എല്ലാവരും കൂടെ കൂടുന്ന ഒരു ആഘോഷമാണിത്. അതായത് 3 ദിവസത്തേക്കാണിത്. ഒക്ടോബർ 3, 4, 5 ദിവസം, അങ്ങനെ വീക്കെൻഡിൽ 3 ദിവസമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. ഇതിനിവർ പറയുന്നത് തന്നെ ബിഗ് വീക്കെൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മർട്ടോവാസ് ബിഗ് വീക്കെൻഡ് എന്നാണ് ഇതിനിവർ പേര് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം പലതരത്തിലുള്ള ഫുഡ് ട്രക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ്സിൽ ചിപ്സ് ഐറ്റംസ് ഉണ്ട്, ബർഗറുണ്ട്, കബാബുണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, ഒട്ടനവധി സാധനങ്ങൾ. അതായത് നമ്മൾ നാട്ടിൽ ഒരു ചെറിയ ഉത്സവം അല്ലെ പള്ളിയിൽ പെരുന്നാൾ ഒക്കെ കൂടുമ്പോഴത്തേക്ക് അവിടെ വെച്ചുവാണി കടകളും അതും ഇതും ഫുഡിൻ്റെ സ്റ്റോളും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് വേറെ രീതിയാണെന്ന് മാത്രം. ആ ഒരു ബേസിക്കലി തീമും അറേഞ്ച്മെൻറ്റ്സും എല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് അത് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും പ്രായഭേദമന്യേ എല്ലാവരും വന്ന്, അതായത് കുഞ്ഞു പിള്ളേർ മുതൽ പ്രായമായതേ വടിയൊക്കെ കുത്തി പിടിച്ച് നടക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും, അതുപോലെ തന്നെ വീൽ ചെയറിലും വാക്കറിലും ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള വീൽ ചെയറിലൊക്കെ വരുന്നവരെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെ ഇടയ്ക്ക് വീഡിയോയിൽ ഞാൻ ക്ലിപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ ഈ ഷോയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ഇവനാട്ടോ. ഏത് കോർണറിൽ നിന്നാലും ഇവൻ വട്ടം കറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഷോ ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ വന്ന് കാണാനായിട്ട് തുടങ്ങിയത്. 4 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് അവനിൽ കയറാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിൽ നടന്ന് നല്ല ചൂടാണ്. അപ്പം നമ്മളും വിചാരിച്ചു ഒരു ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാമെന്ന്. ഇങ്ങനെ നമ്മളും പൊക്കി അവിടുന്ന് ഒരു ഐസ്ക്രീം, റാസ്ബെറി സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരെണ്ണമാണ്, ഒരു കോൺ ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുമ്പോഴാണ് ആംബുലൻസ് വിക്ടോറിയ അല്ലെങ്കിൽ വിക്ടോറിയ ആംബുലൻസിൻ്റെ കെയറിൽ, അതായത് കുഞ്ഞിപ്പിള്ളേർ തൊട്ട് വലിയവർക്ക് വരെ CPR റിസാസിറ്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവർ പറയുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിപ്പിള്ളേർ മുതൽ വലിയവരായാലും എവിടെ ഒരു എമർജൻസി കണ്ടാലും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉത്സവങ്ങളിലെയും അല്ലെ പള്ളികളിലെ പെരുന്നാളിലൊക്കെ കണ്ടിരുന്ന പോലെ വെച്ചുവാണി കടകൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും, അതുപോലെ തന്നെ പണ്ടത്തെ ബോംബെ മുട്ടായി, സായിപ്പും പുട എന്നൊക്കെ പറയുന്ന സാധനം അവിടെ മേം ഉണ്ടാക്കുന്നതാണ്. പിള്ളേരെല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ട് വരിയായി കുറേ പേരത് കഴിക്കുന്നുണ്ട്, കുറേ പേരത് വാങ്ങാനായിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു വൈബാണ്. അതായത് 90s കിഡ്സിൻ്റെ വൈബ് എന്നൊക്കെ പറയുന്ന പോലെ 90s കിഡ്സിനെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ പണ്ട് ഉത്സവത്തിന് പെരുന്നാളിനൊക്കെ പോയപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന 50 രൂപ അല്ലെ 100 രൂപയൊക്കെ വെച്ച് നമ്മൾ ആ കടകളിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചതും കളിക്കുന്നതും ഒക്കെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുൾ വൈബാണ്. അതായത് പിള്ളേർ കളിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഫേസ് പെയിൻറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. ഈ മാം ഇവിടുത്തെ ഒരു
വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഇങ്ങനെ വരുന്ന പിള്ളേർക്കെല്ലാം മുഖത്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കവിടെ കുറേ കാറ്റലോഗ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അത് നോക്കി ഏതാണ് നമ്മൾക്ക് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പുള്ളിക്കാരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാം നിമിഷങ്ങൾക്കുള്ളിൽ അത് നമ്മളുടെ മുഖത്ത് വരച്ച് തരും. പിന്നെ അതുപോലെ ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കയറി നമ്മൾ എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ റൈഡിലുള്ളതല്ലാതെയും പിന്നെ ഫുഡ് കൗണ്ടറിലുള്ളതല്ലാതെ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം എൻറ്റയർലി ഫ്രീ ആട്ടോ. അവർ $1 പെൻസോ ഒന്നും വാങ്ങുന്നില്ല, ഫുൾ ഫ്രീ ആണ്. അവരൊരു പ്രൊമോഷനായിട്ടും മറ്റുള്ളവരുടെ എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇത് കണ്ടോ ഒരു അമ്മച്ചി തന്നെത്താനെ നടന്നു വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ അല്ല അമ്മച്ചിമാരാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോ എന്തെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് നടന്നു വന്ന് അവർ എൻജോയ് ചെയ്യാനായിട്ട് വരുമോ? വരില്ല, ഒരിക്കലും ഇല്ല. അവരവിടെ വീട്ടിലിരിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ നാടും ഇവിടെയുള്ളൊരു വ്യത്യാസം. അതുപോലെ തന്നെ ചെറിയ ചെറിയ റിംഗ് ഐറ്റംസ്, ഇയർ റിങ്സ്, നമ്മുടെ തലയിൽ വെക്കുന്ന പൂവ്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഇവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഗോട്ടിൻ്റെ പേരെനിക്കറിയില്ല, കുഞ്ഞ് മിനിയേച്ചർ പോലെയുള്ള ഗോട്ടുകൾ ആൾക്കാർ അതിനെ മടിയിലിരുത്തി അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെസ്റ്റ് വെമേറ ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ ആൾക്കാരുടെ വൈറ്റൽ സയൻസ്, അതായത് BP, ഷുഗർ, പൾസ്, ടെമ്പറേച്ചർ അതെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, അതായത് ഇവിടുത്തെ കൃഷിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് മെഷീൻസ് എല്ലാം അവിടെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് കിഡ്സ് ഏരിയ ആണ്. അവിടെ പിള്ളേർക്ക് വേണ്ടിയുള്ള കാർ റേസിങ് ഉണ്ടോ, ജൂനിയർ റേസിംഗ് ആണ്. ഒരു തവണ ഓടിക്കണമെങ്കിൽ $5, ഒരു ഡേ ഫുള്ള് മാറി മാറി ഓടിക്കണമെങ്കിൽ $20. അത് ലാഭമല്ലേ? അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പാവകളിയൊക്കെ പോലെയാണ്. പുള്ളി അവിടെ മ്യൂസിക് ഇടും, അത് കഴിഞ്ഞ് അത് വെച്ച് പുള്ളി ആക്ഷൻ കാണിക്കും. അപ്പോൾ ഇതുപോലെ പിള്ളേർ സ്നാക്സും അതും ഇതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിന് മുമ്പിലുള്ള ഈ ചെയറിൽ ഇരുന്ന് അവരത് എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഷോയിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു കാഴ്ച ഇതാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന ആ പുള്ളിക്കാരൻ ആരാണേലും ആ കുഞ്ഞു പിള്ളേർക്ക് ആ ഒരു മെഷീൻ്റെ ഫുൾ വർക്കിംഗ് പറഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെ പാർട്സും അതിൻ്റെ ഓരോ സംഭവങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് പുള്ളി ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, മണലിട്ടേക്കുന്നത്. ഈ കുഞ്ഞു പിള്ളേരും വലിയവർക്ക് എല്ലാവർക്കും മണലിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ കിൻഡർ ഗാർഡൻ സ്കൂൾ തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ മണലിട്ട് കൊടുത്തിട്ട് ഇവരെ കളിപ്പിക്കുന്നത്. എല്ലാ എൻവയോൺമെൻറ്റായിട്ടും ഇവർ അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
കാണുന്ന ചേട്ടനാണെങ്കിൽ ആൾ കോമിക്കാണ് കേട്ടോ. പുള്ളിക്ക് എങ്ങനെയാണ് പിള്ളേരെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാം. അതുപോലെ ആ ബലൂൺ കൊണ്ട് ഓരോ ആർട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും സെലിബ്രേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു കാറ്റലോഗ് പുള്ളി താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നവർക്ക് എല്ലാവർക്കും പുള്ളിയുടെ ഒരു വിസിറ്റിംഗ് കാർഡും പുള്ളി കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ പിള്ളേരെല്ലാം പുള്ളിയുടെ അടുത്ത് എൻജോയ് ചെയ്യണം. എല്ലാവരും എന്ത് അടിപൊളിയായിട്ടാണ് ക്യൂവിൽ വരിയായിട്ട് നിൽക്കുന്നതെന്ന് നോക്കി. ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും അവരുടെ ടേൺ വരാനായിട്ട് നോക്കി നിൽക്കുകയാണ് കണ്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഓരോ കളിപ്പാട്ടങ്ങളും. ബാഗ് നിറച്ച് കളിപ്പാട്ടങ്ങളായിട്ട് അവരവരുടെ ആ ഒരു ഡേ വർത്താക്കി അവർ എൻജോയ്. നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയും. അതുപോലെ ഫോണയുടെ എക്സിബിഷനാണ്. അതായത് ഇതുണ്ട് എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് റാറ്റ്, മൗസ്, ടർട്ടിൽ, ടോട്ടോയ്സ് അങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങൾ ഇവിടെ ഇവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കണം എന്നുള്ളവർക്ക് അത് പോസ് ചെയ്ത് വായിക്കാം കേട്ടോ. We keep running faster and faster. I don't know what we're after, yeah. We keep up with disaster. I'm thinking that they're after me. We're running like faster and faster. We're running like faster and faster. അങ്ങനെ അവിടുത്തെ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അവിടുത്തെ ഫുഡ് കോർണർ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇതിൽ നിന്ന് ചിപ്സ് ഐറ്റമാണ്. ചിപ്സ് ലാർജ് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഷെഫ് അല്ലെ കുക്ക് എന്ന് പറയുന്ന ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഒരു 10 to 15 മിനിറ്റ്സ് ടൈം എടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി പെൻഡിങ്ങിൽ വെച്ചത് ഈ റൈഡ് നമ്മൾക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് റൈഡിൽ കയറി എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് സ്റ്റിൽ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ബാക്കി ഫുഡ് വാനുകളും ക്യാമ്പർ വാനുകളും എല്ലാം ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തു. അങ്ങനെ അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളി നമ്മളെ തിരിച്ചു വിളിച്ചു, റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ 3:58 നമ്മൾ ചിപ്സ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ചിപ്സും വാങ്ങി നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. കാരണം ഓൾമോസ്റ്റ് 4 ആയല്ലോ. ഇവിടെ പഞ്ച്വാലിറ്റി പക്കയാണ്. 4 o'clock ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 o'clock തന്നെ ഷട്ട് ഡൗൺ ആവും. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം ക്ലോസായി നിശ്ചലമായി തുടങ്ങി. ഇപ്പോൾ അവിടെ വോളണ്ടിയർ ആയിട്ട് വന്നവരും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഷോ സക്സസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവരവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അത് വീഡിയോയിൽ ഞാൻ എടുത്തില്ല, കണ്ടോ, എല്ലാം നിശ്ചലം. അപ്പോൾ അടിപൊളി ഒരു ഷോ ആയിരുന്നു. ചെറിയൊരു ഷോ ആണെങ്കിലും വ്യത്യസ്തമായൊരു കുഞ്ഞു ഷോ ആയിരുന്നു. അങ്ങനെ കാർ പാർക്കിംഗ് ഒക്കെ കാലിയായി തുടങ്ങുന്നു. എന്നാലും കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
അവിടുന്ന് നമ്മളും പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി 6 മണിക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അതിൻ്റെ വീഡിയോയായി പിന്നീട് വരാം. അടിപൊളി വീഡിയോ ആണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.